മലങ്കരമാർഗം. അല്ല, ഈ പേർവഴി ചാർത്തണം, അതായത് സെൻസസ് കണക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, അതിന് അത് ഇപ്പോഴും അവൈലബിൾ ആണ്. അല്ലല്ല, അതല്ല, റോമിലെ തീപിടുത്തത്തിൽ ആ റിപ്പോർട്ട്സ് എല്ലാം പോയി. അപ്പൊ ഇത് അതിനു മുമ്പുള്ള പരിശോധിച്ചിട്ട് കിട്ടിയിരിക്കുന്നതാണ്. അതുകൊണ്ട് സഭയുടെ റെക്കോർഡിൽ കിടക്കുന്നതാണ്. അന്ന് ഇത് അവൈലബിൾ ആയിരുന്ന കാലത്ത് അവർ പരിശോധിച്ചു. അതൊന്നല്ലല്ലോ, എത്ര പേര് പരിശോധിച്ചു ഇതാണെന്ന് പറയുന്നു. അപ്പം മറിച്ചൊരു തീയതിയില്ല. ഡിസംബർ 25 യേശു ജനിച്ചു. അത് പുരാതന കാലം തൊട്ട് സഭ ആഘോഷിക്കുന്നു. ഈ ഡിസംബർ 25 യേശുവിന്റെ ഇത് മറ്റൊരു ദിവസം ജനിച്ച യേശു ഡിസംബറിൽ 25 ജനിച്ചതെന്ന് നുണ പറയേണ്ട കാര്യം സഭയ്ക്കുണ്ടോ? അതെന്തേലും അങ്ങനെ ഉണ്ടോ? അല്ല, അത് കോൺസ്റ്റൈൻ ചക്രവർത്തി ഈ സൺഡേ എന്ന് പറയുന്ന സൂര്യദേവന്റെ ദിവസമായ സൺഡേ അത് യേശുക്രിസ്തുവിന്റെ ജന്മദിനമായി കൺവേർട്ട് ചെയ്തതാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് പറയുന്നതൊക്കെയും ഓരോ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പേരുകളായിട്ടാണല്ലോ കാണുന്നത്. അപ്പൊ ഈ സൺഡേ എന്ന് പറയുന്നത് സൂര്യദേവന്റെ ജന്മദിനമാണ് എന്നും നമ്മൾ സൂര്യദേവന്റെ ജന്മദിനം ആഘോഷിക്കേണ്ടവരല്ല എന്നൊക്കെയാണ് പൊതുവെ ഈ പാരമ്പര്യ സഭകളല്ലാത്ത ആളുകൾ പറയുന്നതായിട്ടുള്ള ന്യായങ്ങൾ. അപ്പൊ അതാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ചരിത്രം ഇതിന്റെ പിന്നിലുണ്ട്? ഉണ്ട്. സോൾ ഇൻവിറ്റെക്സ് എന്നാ പറയുന്നത്. സോൾ ഇൻവിറ്റെക്സ് എന്ന് പറഞ്ഞാൽ അത് ഈ സൂര്യദേവന്റെ മഹോത്സവമാണ്. അജയ്യനായ സൂര്യൻ എന്നാണ് അതിന്റെ അർത്ഥം. അജയ്യനായ സൂര്യൻ, പരാജയപ്പെടുത്താൻ, ഇത് അൺകോൺക്വേർഡ് സൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പം അപരാജിതനായ, അതാ കൃത്യം മലയാളം, അപരാജിതനായ അല്ലെ അജയ്യനായ സൂര്യൻ. ഈ ഫെസ്റ്റിവൽ ഡിസംബർ 25 റോമൻ ഫെസ്റ്റിവൽ. അപ്പൊ ഈ റോമൻ ഫെസ്റ്റിവൽ ഡിസംബർ 25 ആയതുകൊണ്ട് സൂര്യദേവന്റെ ഈ ഫെസ്റ്റിവല് ഡിസംബർ 25 ആയതുകൊണ്ട് ആ ഡിസംബർ 25 ക്രിസ്ത്യാനികൾ താതാത്മ്യപ്പെട്ട് ഡിസംബർ 25 യേശുക്രിസ്തുവിന്റെ ജന്മമായിട്ട് ആഘോഷിച്ചെന്നുള്ളതാണ് ആരോപണം. സാരി പാർഷക്ക് മനസ്സിലായോ? ഇനി AD 1-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്ത്യാനികൾ ഡിസംബർ 25 യേശുക്രിസ്തുവിന്റെ ജന്മമായിട്ട് കൊണ്ടാടിയിരുന്നു. അങ്ങനെ സാമ്രാജ്യത്തിൽ മുഴുവൻ ഡിസംബർ 25 ക്രൈസ്തവരുടെ ഇടയിൽ വലിയ ആഘോഷമായി. ഈ സൂര്യൻ, ഈ സൺകൾട്ട് എന്ന് പറയും, ഈ റോമാക്കാരുടെ ഇടയിലെ സൂര്യദേവനെ ആരാധിക്കുന്ന ഒരു പാരമ്പര്യം ക്ഷയിച്ചു പോയിരുന്നു. കംപ്ലീറ്റ് തകർന്ന് ഇല്ലാതായി പോയി കഴിഞ്ഞപ്പോ ഈ ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ ഉയർന്നു വരും. ഇപ്പൊ നമ്മുടെ നാട്ടില് ക്ഷേത്ര പുനരുദ്ധാരണം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞാൽ അമ്പലമൊക്കെ ഉദ്ധരിക്കുക. ഇപ്പൊ ഹിന്ദുക്കൾക്ക് ഒരു നവോത്ഥാനമൊക്കെ വന്നിട്ടുണ്ട്, ഈ BJP ഒക്കെ വന്നു. അപ്പൊ അതുപോലെ ഈ റോമൻ മതത്തെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക. ഇപ്പൊ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്താണ് തകർന്ന് നാമാവശേഷമായി പോയ ഹിന്ദുയിസത്തെ അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചത്. അപ്പൊ അതുപോലെ ഈ റോമൻ മതം തകർന്ന് തരിപ്പണമായി പോയ ഈ റോമൻ മതത്തെ പുനരുജ്ജീവിപ്പിക്കുന്നത് ഒറേലിയൻ എന്ന് പറഞ്ഞ റോമൻ ചക്രവർത്തിയാണ്. ഒറേലിയൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിയാണ്. അത് AD 274 ശ്രദ്ധിച്ചു കേൾക്കണം. AD 274 അദ്ദേഹമാണ് ഡിസംബർ 25 സൂര്യദേവന്റെ ഉത്സവമായിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞത്. കാരണം സാമ്രാജ്യം മുഴുവൻ ക്രിസ്ത്യാനികൾ ഡിസംബർ 25 ഇത് ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ ക്രിസ്തുമസിന്റെ ദിവസത്തിലേക്ക് സൂര്യദേവന്റെ ഉത്സവം കൊണ്ടുവച്ചത് ഒറേലിയനാണ്. അത് AD 274 ഇവരുടെ പുരാതന മതത്തിൽ ഈ ഫെസ്റ്റിവൽ ആഘോഷിച്ചുകൊണ്ടിരുന്ന ഓഗസ്റ്റ് 9. കാരണം ഈ സൂര്യദേവന്റെ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഈ സൺലൈറ്റ് ഉള്ളപ്പോൾ വേണം ആഘോഷിക്കാൻ. ഒരു സംവത്സരത്തിൽ ഏറ്റവും തണുത്തുറഞ്ഞ ഇരുട്ട് പിടിച്ച ദിവസമാണ് ഡിസംബർ 25. അപ്പൊ തണുത്തതും ഇരുട്ടുള്ളതുമായ ദിവസമാണ് സൂര്യന്റെ പെരുന്നാൾ ഘോഷിക്കുന്നത്. ജൂലൈയിലും ഓഗസ്റ്റിലുമാണ് സൂര്യന്റെ പെരുന്നാൾ ഘോഷിക്കുന്നത്. ജൂലൈ 14 ഓഗസ്റ്റ് 9 സൂര്യദേവന്റെ ഫെസ്റ്റിവൽ. ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൽ അവർക്ക് കായിക മത്സരങ്ങളും അതായത് പുറത്തിറങ്ങി നടക്കാനും ഓട്ടം മത്സരം, ചാട്ട മത്സരം ഒക്കെ നടത്താനും ഒക്കെ ഈ തണുപ്പത്ത് മഞ്ഞ് വീണുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്, ഒരിക്കലല്ല. അപ്പോ ഇവര് ഓഗസ്റ്റ് 9 സൂര്യദേവന്റെ ഫെസ്റ്റിവല്. ക്രിസ്ത്യാനികളുടെ ക്രിസ്തുമസിന് പ്രസക്തി കൂടിയപ്പോൾ റോമൻ ചക്രവർത്തി ഒറേലിയൻ AD 274 ക്രിസ്ത്യാനികളുടെ ക്രിസ്തുമസിന്റെ ദിവസത്തിലേക്ക് അവന്റെ പാഗൻ ഫെസ്റ്റിവലിനെ കൊണ്ടുവച്ചതാണ്. അല്ലാതെ ക്രിസ്ത്യാനികൾ റോമൻ പാഗൻ ഫെസ്റ്റിവലിന്റെ ഡേറ്റിനെ കടമെടുത്തതല്ല. ക്രിസ്ത്യാനികളുടെ ക്രിസ്തുമസിന്റെ ആ സ്വീകാര്യതയെ ചൂഷണം ചെയ്യുവാൻ റോമൻ ചക്രവർത്തി ഒറേലിയൻ AD 274 ഡിസംബർ 25 സൂര്യദേവൻ, അത്രയും പരിഹാസ്യമായ ഒരു തീരുമാനമില്ല. കാരണം ഏറ്റവും ഇരുട്ടുള്ളതും തണുപ്പുള്ളതുമായ ദിവസം കൊണ്ട് സൂര്യന്റെ പെരുന്നാൾ വെച്ചാൽ അതും അൺകോൺകേർഡ് സണ്ണിന്റെ സണ്ണ് പരാജയപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പൊ അൺകോൺകേർഡ് സണ്ണിന്റെ സോൾ ഇൻവിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ പ്രഭാവത്തിൽ നിൽക്കുമ്പോഴാണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ജൂലൈ ഓഗസ്റ്റ് മാസമാണ് അതിന് ഏറ്റവും ഐഡിയൽ. അതായിരുന്നു ഓഗസ്റ്റ് 9. ഇതെല്ലാം റെക്കോർഡ് എവിഡൻസ് ആയിട്ട്, ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഞാനിത് പറയുമ്പോൾ ഇന്നത്തെ കാലമാണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. നിങ്ങൾ സെർച്ച് ചെയ്യൂ. 274 വന്നതാണിത്. അല്ലാതെ ഇത് ഏത് IAS കിട്ടി IPS കിട്ടി എന്ന് പറഞ്ഞിട്ട് വിവരം ഉണ്ടാവണമെന്നില്ല. ചരിത്രം വായിച്ചു നോക്കണം. മണ്ടത്തരം പറഞ്ഞ് പഠിപ്പിക്കുന്നത് ക്രിസ്ത്യാനികൾ, പുരാതന ക്രിസ്ത്യാനികൾ ഈ അടുത്ത കാലത്തായിട്ട് മുങ്ങി മാർഗം കൂടിയവരുടെ കാര്യമല്ല പറയുന്നത്. മനസ്സിലായോ? പറയേണ്ടി വരുന്നത് ക്ഷമിക്കണം. കാരണം ഒരു സഭ ഇവിടെ 2000 വർഷമായിട്ട് ക്രിസ്ത്യൻ ചർച്ച് നിൽക്കുന്നുണ്ട്. ആ ചർച്ചിന് ഒരു എന്തുണ്ട്,
ഒരു ഓതന്റിസിറ്റി ഉണ്ട്. അല്ലാതെ ചുമ്മാ തന്നിട്ടല്ല. ചർച്ച ഒരു കാര്യം ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യുന്ന. ഡിസംബർ 25 ക്രിസ്തുമസ് മാത്രമേ ആളുകൾക്ക് അറിയത്തുള്ളൂ. അതല്ല, എത്രയോ ഫീസ്റ്റ് ഒരു വർഷം മുഴുവൻ ഉണ്ട്. അതിനെല്ലാം കാരണങ്ങളും തെളിവുകളും എല്ലാം ഉണ്ട്. അല്ലാതെ സഭ ഒരിക്കലും ഒരു കാര്യം ചുമ്മാ ചെയ്യത്തില്ല. ചുമ്മാ വന്നിട്ട് ഡിസംബർ 25 അത് പുരാതന കാലം മുതൽ ആഘോഷിച്ചു പോകുന്നതാണ്. അത് ഒരു കാരണവശാലും ഒരു ജാതീയ വിഭാഗത്തിൻ്റെതും കടമെടുത്തല്ല. ജാതികൾ നമ്മുടെ കടമെടുത്ത്